ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ജാനകിയുടെയും അബിയുടെയും വീട് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോയിൽ നമ്മുടെ ജാനകി നിരഞ്ജനയുടെ അടുത്ത് നമ്മുടെ ആ ഒരു അമ്മയെ പറ്റി, തന്റെ അമ്മയെ പറ്റിയുള്ള ഒരു കാര്യങ്ങൾ പറയുവാട്ടെ. അപ്പൊ നമ്മുടെ ജാനകി പറയുന്നുണ്ട്, പ്രസവിച്ച പാടെ കൊച്ചിനെ ഉപേക്ഷിക്കണമെങ്കിൽ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് നിരഞ്ജനയ്ക്ക് ഞാൻ പറയാതെ മനസ്സിലാകുമല്ലോ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതോ ഒരു നിമിഷത്തിൽ പറ്റിയ തെറ്റിന്റെ പേരിലായിരിക്കും ആ ഒരു സ്ത്രീ അത്രയ്ക്കും, അല്ലെങ്കിൽ എന്റെ അമ്മ അത്രയ്ക്കും അനുഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഉണ്ടല്ലോ അപ്പുറത്ത് നമ്മുടെ അച്ഛന്റെ അമ്മയുണ്ടല്ലോ, ഭയങ്കര അഹങ്കാരം, വൃദ്ധസദനത്തിനാണെന്നുള്ള ഒരു തോന്നലൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ അളകാപുരിയിൽ ഉണ്ടായിരുന്ന ആ ഒരു വേലക്കാരി ഇപ്പോൾ വൃദ്ധസദനത്തിലുണ്ടല്ലോ. അപ്പൊ അവരോടൊക്കെ ഭയങ്കര മോശം ഭാഷയിൽ നമ്മുടെ മുത്തശ്ശി ഇപ്പോഴും സംസാരിക്കുക. നീ ഞങ്ങളുടെ അവിടെ പണിക്ക് നിന്നതല്ലേടി, നീ എന്റെ മേത്ത് വിള കൊടുക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞ് കുറെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ വേലക്കാരി തിരിച്ചും പറയുന്നുണ്ട്, 24 മണിക്കൂർ ഇത് എന്റെ വീട് എന്ന് പറഞ്ഞ് നടക്കുവല്ലായിരുന്നോ, ഇപ്പൊ എന്തേ വീടും കുടിയൊന്നും ഇല്ലേ, ഇപ്പോൾ ഇത് എല്ലാവരുടെയും കൂടി വീടാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേലക്കാരി തിരിച്ചും നല്ല മറുപടിയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ജാനകി നമ്മുടെ അഭിയുടെ വന്ന് പറയുക, എന്തായാലും അച്ഛന്റെ ആത്മാവ് ഇത് ഒരിക്കലും ക്ഷമിക്കില്ല. അമ്മയെ ഇങ്ങനെ ഒരു സ്ഥലത്താക്കിയത് ഒട്ടും ശരിയായില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പി പറയുന്നുണ്ട്, ഒന്ന് പൊയ്ക്ക് എന്റെ ജാനകി, അച്ഛൻ ഇപ്പൊ സന്തോഷിക്കുമായിരിക്കും. അച്ഛൻ ചെയ്യാൻ മടിച്ചത് മരുമോള് ചെയ്തു എന്നേ ഉള്ളൂ. ആ അമ്മയ്ക്ക് അത് തന്നെ വേണമെന്നൊക്കെ പറയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും സന്തോഷാട്ടോ. ആരും മുത്തശ്ശീനെ പോയി തിരികെ വിളിക്കാനോ ഒന്ന് കാണാനോ കൂടി കൂട്ടാക്കുന്നില്ല. അത്രയ്ക്ക് നല്ല സ്വഭാവമായിരുന്നല്ലോ അല്ലെ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.